കരയിടിച്ചിൽ വ്യാപകമായതോടെ കോഴിക്കോട് മാവൂർ കല്ലടംപൊയിൽ ചെറുപുഴകളുടെ തീരത്ത് ദുരിതത്തിലായി പ്രദേശവാസികൾ. കരയിടിച്ചിൽ രൂക്ഷമായതോടെ പുഴയോരത്തെ നിരവധി വീടുകളും അപകട ഭീഷണിയിലാണ്. നിരവധി കുടുംബങ്ങൾക്ക് സ്ഥലവും നഷ്ടമായി. മഴ ഇനിയും തുടർന്നാൽ ശേഷിക്കുന്ന കരഭാഗങ്ങളും ഇടിഞ്ഞ പുഴയിൽ പതിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മഴ കനക്കുന്നതോടെ കല്ലടപ്പൊയിൽ ചെറുപുഴയുടെ തീരത്തുള്ളവരുടെ മനസ്സിൽ ഭീതി നിറയും. ചെറുപുഴ നിറഞ്ഞു കവിയുന്നതോടെയാണ് ഇരുകരകളിലും വ്യാപകമായി കരയിടിയുന്നതാണ് ഇവിടുത്തുകാരുടെ പ്രധാന ദുരിതം. കാലങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് ഇനിയും അറുതിയായിട്ടില്ല. ഓരോ മഴക്കാലവും എത്തുമ്പോൾ പുഴയോരവാസികളുടെ ആശങ്കയും വർദ്ധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇടിഞ്ഞു പോകുക തന്നെയാണ്. ഞാൻ വരുന്ന കാലത്ത് എത്രയോ ദൂരത്തേന് പുഴ. അപ്പോൾ അടുത്തടുത്ത് വന്ന് ഞങ്ങളെ വീടൊക്കെ ഇപ്പോൾ പൊളിഞ്ഞ് മക്കൊക്കെ ഇതാ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇവിടെ കിടക്കുകയാണ്. ഇതിനിപ്പോൾ എന്തെങ്കിലും ഒരു മാർഗം അവിടുന്ന് ഉണ്ടാക്കി തരണം. ചാത്തമംഗലം മാവൂർ പഞ്ചായത്തുകളുടെ വിവിധ മേഖലകളാണ് ചെറുപുഴയുടെ ഇരുകരകളിലുമായി വരുന്നത്. ശക്തമായ ഒഴുക്കിൽ പുഴയോരത്തെ വലിയ മരങ്ങളും കൃഷിയിടങ്ങളും ഇതിനോടകം തന്നെ പുഴയെടുത്തു കഴിഞ്ഞു. നിരവധി വീടുകൾക്കും തകർച്ചാ ഭീഷണിയുമുണ്ട്. ഓരോ വർഷത്തിലും വെള്ളത്തിന്റെ ഒഴുക്ക് കാരണം ഇതിങ്ങനെ ഭാഗങ്ങൾ ഒഴിഞ്ഞൊഴിഞ്ഞു പോവുകയാണ് സ്ഥലം. ഇത് നിരന്തരമായിട്ട് ഇങ്ങനെ ഓരോ കൊല്ലവും മഴയത്ത് ഈ വെള്ളപ്പൊക്കം വരൂ. അപ്പോൾ ഒരു 10 സെന്റോളം തന്നെ സ്ഥലം ഞങ്ങൾക്ക് ഇങ്ങനെ പൊട്ടി പോവുക. ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പഞ്ചായത്തിലും എല്ലാ സ്ഥലത്തും ഞങ്ങൾ നിവേദനം കൊടുക്കുകയൊക്കെ ചെയ്തു. എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടും ഞങ്ങൾക്കൊരു പരിഗണന കിട്ടിയിട്ടില്ല. കരയിടിഞ്ഞതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ ആഴത്തിലുള്ള വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. മഴ ഇനിയും നീണ്ടുനിന്നാൽ അവശേഷിക്കുന്ന കരഭാഗവും പുഴയെടുക്കുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. നിരവധി തവണ പരാതികൾ നൽകിയിട്ടും കരസംരക്ഷണത്തിനായി ആവശ്യമായ നടപടികൾ ഇതുവരെയായിട്ടും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് കരസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനം, കോഴിക്കോട്.